സംസാരിച്ചു വന്നത് വിജയുടെ രംഗപ്രവേശമാണ്. വിജയ് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്നു. പക്ഷേ നാളെ ഉണ്ടാകില്ല എന്നത് മാത്രമാണ് പ്രശ്നം. നാളെ ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. പക്ഷേ വരും നാളുകളിൽ അത് നമ്മൾ കാണും. മുഖ്യമന്ത്രി പദത്തിലേക്ക് വിജയ് സത്യപ്രതിജ്ഞ ചെയ്യും. അസദിലേക്ക് അസദ, വിജയ് എന്ന് പറയുന്ന ഒരു ഫാക്ടർ ഈ പറഞ്ഞതുപോലെ രാഷ്ട്രീയ വിദ്യാർത്ഥി നിരക്ക് ചോദിച്ചാൽ വളരെ പെട്ടെന്ന് ഞാൻ പറഞ്ഞ സമയം പെട്ടെന്ന് ഉദ്ദേശിച്ചത് മറ്റു രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം വലിയ വേരുകളില്ലാത്ത വലിയ പാരമ്പര്യം പറയാനുള്ളൊരു പാർട്ടി മത്സരിക്കുന്നു, ആദ്യ ശ്രമത്തിൽ നിന്ന് വിജയിക്കുന്നു, മുഖ്യമന്ത്രിയാകാൻ പോകുന്നു. തോൽപ്പിക്കുന്നത് 50കൾ തൊട്ട് തമിഴ്നാടിന്റെ മണ്ണിൽ വലിയ വേരുള്ള ലെഗസിയുള്ള പാർട്ടികളെ കൂടിയാകുന്നു. അപ്പോൾ ഈ പറയുന്ന പോലെ ഒരു നാട്ടിലേക്ക് ഇടിച്ചു കയറാൻ അല്ലെങ്കിൽ ഒരു നാടിന്റെ രാഷ്ട്രീയത്തെ പിടിച്ചു വെക്കാൻ, ജനങ്ങളുടെ പ്രീതി പിടിച്ചു പറ്റാൻ, ജനങ്ങളുടെ അംഗീകാരം പിടിച്ചു വരുത്താൻ ഈ പറഞ്ഞ ലെഗസിയുടെ ആവശ്യമില്ല, അല്ലെങ്കിൽ ഐഡിയോളജിയുടെ ആവശ്യമില്ല. ഒരു മാസ് പവർ ആയാൽ മതി, ഒരു വലിയ ഐഡിയലായി നിന്നാൽ മതി, വലിയൊരു PR വർക്ക് ചെയ്താൽ മതി എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് വിജയുടെ ഈ പറയുന്ന മുഖ്യമന്ത്രി സ്ഥാനത്തെ വീക്ഷിക്കുമ്പോൾ പറയാനാകുമോ? തീർച്ചയായും സുഹേൽ, അങ്ങനെ വേണമെങ്കിൽ അതിനെ വ്യാഖ്യാനിക്കാം. ചെറിയ വിജയവുമല്ല. സുഹേൽ പറഞ്ഞതുപോലെ തന്നെ തെരഞ്ഞെടുപ്പിന് 1-2 വർഷം മുൻപ് മാത്രം ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുകയും തെരഞ്ഞെടുപ്പിനെ നേരിടുകയും ഇത്രയധികം സീറ്റുകൾ സർവേകളെയൊക്കെ കാറ്റിൽ പറത്തി നിഷ്പ്രഭമാക്കി ഇത്ര വലിയ സീറ്റുകൾ നേടുന്നു. അതും പരാജയപ്പെടുത്തുന്നത് ആരെയാണ് എന്നുള്ളത് ഏറ്റവും പ്രധാനവുമാണ്. പക്ഷെ ഞാൻ ഈ വിഷയത്തിൽ പറഞ്ഞിരുന്നു, വിജയുടെ ആ നേട്ടം ചെറുതല്ല എന്ന് പറയുമ്പോൾ പോലും ഏതെങ്കിലും ഒരു ഐഡിയോളജിയിൽ ഊന്നിയല്ലാതെ മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയത്തെ വ്യക്തിപരമായി ആ നിലയിൽ കാണുന്ന ആളല്ല ഞാൻ. അതിനോട് അത്തരം മൂവ്മെന്റ്സ് അത് ശരിക്കും ഒരു രാഷ്ട്രീയ പാർട്ടി എന്നതിനപ്പുറം അതിനെ ഒരു മൂവ്മെന്റ് എന്ന് വിശേഷിപ്പിക്കാനാണ് എനിക്കിഷ്ടം. അപ്പോൾ അത് ഡൽഹിയിൽ ഉൾപ്പെടെ ഉണ്ടായത് അതാണ്, ആം ആദ്മിയുടെ കാര്യത്തിൽ ഉണ്ടായത് അതാണ്. അപ്പോൾ അങ്ങനെ ഒരു സുഹൈൽ പറഞ്ഞതുപോലെ തന്നെ അങ്ങനെ ഒരു മാസ് പവറിൽ മാത്രം അങ്ങനെ വരാൻ സാധിക്കുമെന്നുള്ളത് മുൻപ് നമ്മുടെ മുന്നിലുണ്ട്. ആം ആദ്മിയുടെ ഉൾപ്പെടെ ഉദാഹരണമുണ്ട്. പക്ഷേ അതൊക്കെ എന്തായി എന്നുള്ളത് ഞാൻ മുൻപ് പറഞ്ഞതുപോലെ തന്നെ അതെ, ഒരു ഐഡിയോളജിയിൽ ഊന്നി അല്ലാതെ മുന്നോട്ട് വരുന്നവർക്ക് ഏത് നിലയിൽ നിലനിൽക്കാനാകും എന്നതും ആ ഉദാഹരണം തന്നെയാണ്. പക്ഷെ അവിടെ ഉണ്ടാകുമ്പോഴുള്ള പ്രശ്നം ഇത് ഇവരുടെ വരവും ഇവരുടെ പോക്കും ഇവരുടെ അസ്തമനവും മാത്രമല്ല, ഇതിന്റെ മറവിൽ ശക്തിപ്പെടുന്നത് ഏത് തരത്തിലുള്ള ശക്തികളാണ് എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. അപ്പോൾ നമ്മൾ ആ ചരിത്രങ്ങൾ പരിശോധിക്കുമ്പോഴും അവിടെയൊക്കെയും ഏതെങ്കിലും ഒരു വർഗീയ ശക്തിയുടെ ശക്തിപ്പെടൽ തന്നെയാണ്. ഞാനത് ജിക്കോട് വിശദമായി ചോദിക്കാം. ഇപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ തമിഴ്നാടിന്റെ ജനങ്ങളുടെ മാത്രം പ്രശ്നമാണ്. അതിനപ്പുറത്തേക്ക് ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടങ്ങൾക്ക് എപ്പോഴും ശക്തി പകർന്നിടം തമിഴ്നാടാണ്. MK സ്റ്റാലിനെ നമ്മൾ പ്രധാനമന്ത്രി നഖശികാന്തം പ്രധാനമന്ത്രി എതിർക്കുന്ന, വിമർശിക്കുന്ന, എപ്പോഴും അഡമന്റായ നിലപാടുകൾ പറയുന്ന ഒരു വ്യക്തിയായി തന്നെ നമുക്ക് സ്റ്റാലിനെ കാണേണ്ടി വരും. അങ്ങനെ ഒരു പവർഫുൾ ആയിട്ടുള്ള അവിടെ ഉണ്ടാകുമ്പോൾ, സ്റ്റാലിൻ ഉണ്ടാകുമ്പോൾ, വിജയ് അതിലേക്ക് വരുമ്പോൾ വിജയുടെ രാഷ്ട്രീയ പോക്ക് എങ്ങനെയായിരിക്കും? ഈ പറഞ്ഞ ദേശീയ നിലപാടുകൾ വരുമ്പോൾ, ദേശീയ പ്രശ്നങ്ങൾ വരുമ്പോൾ സ്റ്റാലിനോളം തന്നെ വിജയ് നമുക്ക് കാണാനാകും. നേരത്തെയൊക്കെ പ്രധാനമന്ത്രിക്ക് വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്, കേന്ദ്ര സർക്കാരിന് വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. നിലനിൽപ്പിന്റെ പ്രശ്നം, കരൂർ ദുരന്തം അടക്കം വന്നപ്പോഴും BJP-യുടെ ഓരോ ഓഫറുകളും വീണിട്ടില്ല. അതേ നിലപാടുകൾ തുടർന്നും വിജയിൽ ഉണ്ടാകും നമുക്ക് പ്രതീക്ഷിക്കാനാകുമ്പോൾ മറ്റൊരു സ്റ്റാലിനോളം തന്നെ പ്രവർത്തിക്കാൻ വിജയിക്കാകുമോ? അല്ല സുഹേൽ, എനിക്കിതിനകത്ത് വേറൊരു കാര്യം ഇതിനോട് ചേർത്ത് പറയാനുള്ളൊരു കാര്യം, ഇത് ഇപ്പോൾ വിജയുടെ രാഷ്ട്രീയ പാർട്ടിക്ക്, അതായത് തമിഴ് വെട്രിക്കഴകം എന്ന TVK പെട്ടെന്ന് ഉദയം കൊണ്ടൊരു പാർട്ടിയാണ്. അതുകൊണ്ട് അതിന് വേരുകൾ ഉണ്ടായിരുന്നില്ല എന്ന് പറയുമ്പോൾ തന്നെ കൃത്യമായ ഒരു മുന്നൊരുക്കമൊക്കെ നടത്തി കൃത്യമായി അടിത്തറ പാകിക്കൊണ്ടാണ് വിജയുടെ ഈ രാഷ്ട്രീയ പാർട്ടി ഉദയം കൊണ്ടിരിക്കുന്നത്. അത് വളരെ ലളിതമാണ്. വിജയ് മക്കൾ ഇയക്കം എന്ന് പറയുന്ന വിജയുടെ ആരാധകരുടെ കൂട്ടായ്മ, അവർ സാമൂഹ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടായിരുന്നു, അവർ ധാരാളം ഇടപെടലുകൾ നടത്തുന്നുണ്ടായിരുന്നു. അതിനെ രാഷ്ട്രീയമായി അതിനെ പരുവപ്പെടുത്തിക്കൊണ്ട് അതിനെ പൊളിറ്റിസൈസ് ചെയ്യുകയോ അല്ലെങ്കിൽ അതിനെ ഒരു രാഷ്ട്രീയ രൂപത്തിലേക്ക് മാറ്റിയെടുക്കുക, പരിവർത്തനം ചെയ്യുകയോ ആണ് യഥാർത്ഥത്തിൽ വിജയ് ചെയ്തിരിക്കുന്നത്. അതിൽ വിജയുടെ തന്ത്രം, വിജയുടെ ബുദ്ധി, വിജയുടെ രാഷ്ട്രീയ കാഴ്ചപ്പാടുകളൊക്കെ അതിന് കാരണമായിട്ടുണ്ട്. ഒരുപക്ഷെ ഈ വിജയുടെ ഈ വലിയ മഹാനേട്ടത്തിന് പിന്നിൽ, വലിയ വിജയത്തിന് പിന്നിൽ, ഈ മുന്നേറ്റത്തിന് പിന്നിൽ വിജയുടെ തന്ത്രങ്ങൾക്ക് കിട്ടിയിട്ടുള്ള സ്വീകാര്യത. ഇനി രണ്ടാമത് മറ്റൊരു ഘടകം കൂടിയുണ്ട്. അത് തമിഴ്നാട്ടിൽ ഇത്തവണ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അതിലെ കന്നി വോട്ടർമാർ 33%. അതായത് നമ്മൾ ജെൻസി വോട്ടേഴ്സ് എന്ന് പറയാവുന്ന വിഭാഗത്തിൽപ്പെടുന്ന വിജയ് സിനിമകളുടെ ആരാധകരായിരുന്ന, വിജയെ അങ്ങേയറ്റം ഒരു ഫാൻ ഫോളോവേഴ്സ് ആയിരുന്നവരുടെ വലിയ പിന്തുണ ഈ തെരഞ്ഞെടുപ്പിൽ വിജയുടെ രാഷ്ട്രീയ വളർച്ചയ്ക്കും നേട്ടത്തിനും കാരണമായിട്ടുണ്ട്. അതൊക്കെ നമ്മൾ കാണാതിരുന്നുകൂടാ. അങ്ങനെ തമിഴ് രാഷ്ട്രീയത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വേറൊരു തരത്തിലുള്ള മാറ്റമാണ്. കാരണം നേരത്തെ ദിലീപ് പറഞ്ഞ പോലെ തന്നെ അപ്രതീക്ഷിതമാണ് TVK-യുടെ വരവ്. കാരണം DMK ഒരു ഘട്ടത്തിലും അവർക്ക് ഏതെങ്കിലും തരത്തിൽ തിരിച്ചടി ഉണ്ടാകുമെന്ന് അവർ കരുതിയിരുന്നില്ല. മുഖ്യമന്ത്രി സ്റ്റാലിൻ പരാജയപ്പെടുന്ന TVK ഉപയോഗിച്ച സ്പേസ് ശിഥിലമായിക്കൊണ്ടിരിക്കുന്ന AIADMK-യുടെ സ്പേസ് ആയിരുന്നു. പക്ഷേ DMK കിട്ടിയെന്ന് മാത്രം. അല്ല, അവിടെയാണ് നമ്മൾ കോൺഗ്രസ് എടുത്തിരിക്കുന്ന സമീപനവും AIADMK എടുക്കാൻ സാധ്യതയുള്ള രാഷ്ട്രീയ നിലപാടുകളെയും ഒക്കെ കാണേണ്ടത്. കാരണം പതിറ്റാണ്ടുകളോളം DMK-ക്കൊപ്പം നിന്നിട്ടുള്ള അവരുടെ വിശ്വസ്ത
ഘടകകക്ഷി സഖ്യകക്ഷി എന്ന് പറയാവുന്ന കോൺഗ്രസ് ഈ ഘട്ടത്തിൽ എടുക്കുന്ന തീരുമാനം ഇതൊരു ഏറ്റവും മികച്ച രാഷ്ട്രീയ അവസരം എന്ന നിലയിലാണ്. 1967 ശേഷം തമിഴ് നാട്ടിലെ ഭരണത്തിന്റെ ഭാഗമാകാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടേയില്ല. അവർ യഥാർത്ഥത്തിൽ DMK-യുടെ ഒരു മറവിൽ അവരുടെ നിഴലിൽ കഴിയുകയായിരുന്നു. അവിടെ കോൺഗ്രസിന് ഒരു പുതുജീവൻ കിട്ടാൻ പോകുന്നു. അവർക്ക് അവരെ വീണ്ടും റീഡിസ്കവർ ചെയ്യാൻ കഴിയുന്ന ഒരു പുതിയ രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായിരിക്കും. ഈ സാഹചര്യത്തെ അവർ വിശേഷിപ്പിക്കുന്നത് ജനങ്ങളുടെ വികാരം, ആ വികാരത്തിനൊപ്പം നിൽക്കുന്നു എന്നതാണല്ലോ. പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക് ഇപ്പോൾ ഗോപി പറഞ്ഞതുപോലെ വളരെ കൃത്യമായ ക്ലെയിം അവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. സ്വാഭാവികമായി രാഷ്ട്രീയമാണ്, അവർക്ക് അവരുടേതായ കാര്യങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. സാഹചര്യത്തിൽ GK പറഞ്ഞു വെച്ച അനുസരിച്ചാണെങ്കിൽ അത് DMK സഖ്യത്തിൽ നിന്ന് ലഭിക്കാത്ത ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ അതിൽ അവർക്ക് കിട്ടാത്തൊരു വിസിബിലിറ്റി, ആ സ്പേസ് TVK ഉണ്ടാക്കുമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ് മാറിയെന്നല്ലേ? അതിനേക്കാൾ അപ്പുറത്ത് അവരുടെ, അതായത് ഞാൻ കോൺഗ്രസിന് ADMK ഒക്കെ നമ്മൾ കാണേണ്ട അവരുടെ രാഷ്ട്രീയ അസ്തിത്വത്തെ വീണ്ടെടുക്കാനുള്ള അതിജീവനത്തിന് വേണ്ടി അവർ നിൽക്കുന്ന സമയത്ത് അവർക്ക് കിട്ടിയിരിക്കുന്ന പിടിവള്ളിയാണ് TVK-യുടെ ഈ വരവ്. എനിക്ക് അസിത പറഞ്ഞത് പൂർണ്ണമായിട്ട് കിട്ടിയൊന്നുമില്ല. അസിത ബാക്കി എന്തോ പറയാൻ വരിക. അല്ല, ഞാൻ പറഞ്ഞത് അത് തന്നെയാണ്. ഇപ്പോൾ ഈ കോൺഗ്രസിന്റെ ഒക്കെ കാര്യത്തിൽ ക്ഷയിച്ചുകൊണ്ടിരിക്കുന്നിടത്തു നിന്നും ഏതെങ്കിലും ഒരു തരത്തിൽ അധികാരത്തിലേക്കുള്ളൊരു പിടിവള്ളി, അത് മാത്രമാണ്. അതിനപ്പുറം ഈ ജനവികാരത്തിനൊപ്പം എന്നുള്ളതൊക്കെ വെറുതെ അവർ പറയുന്ന കാരണമാണ്. ഈ പറഞ്ഞ പോലെ കോൺഗ്രസും ADMK-യുടെ അസ്തിത്വം തിരിച്ചു പിടിക്കുമ്പോൾ ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ ഈ തമിഴ്നാട് മണ്ണിൽ നിന്നൊക്കെ ഉയർന്ന ഒരു ഫാസിസ്റ്റ് വിരുദ്ധത്തിന് ശക്തമായ പോരാട്ടമുണ്ട്. ആ പോരാട്ടത്തെ ക്ഷയിപ്പിക്കും. അല്ല, അവിടെ ഒരു പ്രശ്നം എന്താണ് സുഹൈൽ, അതായത് നമ്മൾ ഈ പറയുന്ന ഇപ്പോൾ BJP-യുടെ രാഷ്ട്രീയത്തിനെതിരെ ഒരു വലിയ കൂട്ടായ്മ ഉണ്ടാകുമ്പോൾ, ഇപ്പോൾ ഇന്ത്യ സഖ്യം എന്ന് പറയുമ്പോൾ അതിൻ്റെ മുഖങ്ങളായി ഉണ്ടായിരുന്ന ആളുകളാണ് മമതാ ബാനർജി, അതിലൊരാളാണ് MK സ്റ്റാലിൻ, അതിലൊരാളാണ് പിണറായി വിജയൻ. ഈ 3 പേർക്കും വലിയ തിരിച്ചടി അവരവരുടെ സംസ്ഥാനങ്ങളിൽ നേരിടും. ഇപ്പോൾ പിണറായി വിജയൻ തോറ്റില്ല എന്ന് മാത്രമേ ഉള്ളൂ, പക്ഷേ അദ്ദേഹത്തിന് സർക്കാർ രൂപീകരിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഇവരായിരുന്നു പ്രധാനപ്പെട്ട ദക്ഷിണേന്ത്യയിലെ മുഖങ്ങൾ. അത് ഏതുമായ പ്രതിപക്ഷം എന്ന നിലയിൽ അവർക്ക് ഏത് തരത്തിലാണ് ഇത് ക്ഷതമേൽപ്പിക്കുന്നത് ഒരു ചോദ്യമാണ്. അവിടെ സുഹൈൽ പറഞ്ഞതുപോലെ വിജയുടെ രാഷ്ട്രീയം എന്താണെന്നത് പ്രധാനപ്പെട്ടതാണ്. അവിടെ വിജയ് BJP രാഷ്ട്രീയത്തിന് വഴങ്ങിയിട്ടില്ല, അവരുടെ സ്വാധീനങ്ങൾക്ക് വഴങ്ങിയിട്ടില്ല, NDA-യുടെ പിന്തുണ അദ്ദേഹം സ്വീകരിച്ചിട്ടില്ല. അതിൽ നിന്നെല്ലാം വഴിമാറി നടന്നിട്ടുള്ള ഒരു ശീലമാണ് വിജയ്ക്കുള്ളത്. അത് പരസ്യമായ നിലപാടായി വിജയ് പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ വിജയ് ഉയർത്തുന്ന രാഷ്ട്രീയം, അതിന്റെ സ്വഭാവം എന്താണെന്നറിയാൻ നമുക്ക് കാത്തിരിക്കേണ്ടി വരും. പക്ഷെ നിലവിൽ ഇപ്പോൾ വിജയുടെ മുന്നിലുള്ള പ്രധാനപ്പെട്ട പ്രശ്നം 5 സീറ്റ് എന്നത് മാത്രമാണ്. അതിന് ഒരു തർക്കവും വേണ്ട, ഒരു ബുദ്ധിമുട്ടും വിജയെ സംബന്ധിച്ചില്ല. എന്താ ദിലീപ് പറയാൻ വന്ന പ്രതിസന്ധികളൊന്നും വിജയ് നേരിടാൻ പോകുന്നില്ല. വിജയെ സംബന്ധിച്ച്, വിജയുടെ പാർട്ടിയെ സംബന്ധിച്ചും അത് മറ്റു പാർട്ടികളെ പോലെ ഒരു രാഷ്ട്രീയ കൂട്ടായ്മ എന്ന് നമുക്ക് അതിനെ വിശേഷിപ്പിക്കാൻ കഴിയില്ല. അത് മാത്രമല്ല, അത് നേരത്തെ മുതൽ തന്നെ അതിൻ്റെ താഴെത്തട്ടിലുള്ള നേരത്തെ ഗോപികൃഷ്ണൻ പറഞ്ഞതുപോലെ വിജയ് മക്കൾ ഇയക്കം, അത് ആ ഫാൻസ് അസോസിയേഷനെ കൊണ്ടുവന്ന് അവർ ഒരുപാട് സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളൊക്കെ നടത്തി. ഈ ആം ആദ്മി പാർട്ടിക്ക് എന്താണ് പ്രശ്നമെന്ന് വെച്ചാൽ, ആം ആദ്മി പാർട്ടിയിൽ ഒരുപാട് നേതാക്കൾ ഉണ്ടായിരുന്നു. അത് ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ അരവിന്ദ് കേജ്രിവാളൊക്കെ അങ്ങനെ ആ ഒരു ഘട്ടത്തിൽ ഒരു നേതാവ് എന്നുള്ള നിലയിൽ, ഇത് അങ്ങനെയല്ല. ഇത് ഒരു സുപ്രീം ലീഡറുണ്ട് ഈ പാർട്ടിക്ക്. ഇത് മാത്രമല്ല, അത് മാത്രമല്ല, ഈ നിലയിൽ വന്നിട്ടുള്ള പാർട്ടികൾ, ഇപ്പോൾ തെലുഗുദേശം NT രാമറാവു എന്ന സിനിമാ താരം പെട്ടെന്നൊരു ദിവസം രൂപീകരിക്കുന്നു. ADMK രൂപീകരിക്കുമ്പോൾ MGR എന്നുള്ള ഒരൊറ്റ സുപ്രീം കമാൻഡർ നിലവിൽ കമ്പയർ ചെയ്യാൻ പറ്റില്ല. അവിടെ ഒരു സുപ്രീം കമാൻഡർ ഒരാളുണ്ട്. ഒരു കാര്യം പറഞ്ഞാൽ നടപ്പിലാക്കാൻ പറ്റുന്ന ഏക നേതാവ് വിജയ് ഉണ്ട്. എന്തായാലും ഇത്രയും സാഹചര്യം ഉണ്ടായിട്ടും ഇത്രയേറെ സമ്മർദ്ദങ്ങൾ ഉണ്ടായിട്ടും BJP-യോട് വിധേയപ്പെടാതെ പോയ വിജയ് ഭാവിയിലും അങ്ങനെ തന്നെ ഉറച്ച ഫാസ്റ്റ് വിരുദ്ധ പോരാട്ടത്തിൽ സ്റ്റാലിനേക്കാൾ മുമ്പിൽ ഉണ്ടാകുമോ? അത് കാത്തിരുന്ന് കാണേണ്ടതാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.